നമ്മുടെ മൈക്രോ ഗ്രീൻസ് ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇനി കട്ട് ചെയ്തെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മൈക്രോ ഗ്രീൻ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. അതായത് മൈക്രോ ഗ്രീൻ സ്റ്റഫ്ഡ് ബണ്ണാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ മൈക്രോ ഗ്രീൻസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട്, നല്ല വാഷ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ്. നമുക്ക് നോക്കാം മൈക്രോ ഗ്രീൻ സ്റ്റഫ്ഡ് ബൺ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ചിക്കൻ 100 grams, 1 medium sized potato, half teaspoon ginger garlic paste, pepper powder 2 tablespoon, 1 tablespoon lemon juice, 1/2 teaspoon ജീരകം വേണം, 1/4 teaspoon മഞ്ഞൾപ്പൊടി, ചെറിയൊരു സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് വേണം. ആദ്യം അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഈ ചിക്കനും പൊട്ടറ്റോയും കൂടെ നമ്മൾ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, ഒരു കുക്കർ വയ്ക്കുക. അതിലേക്ക് ഒരു അര കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 വിസിൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിക്കനും പൊട്ടറ്റോയും വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു പാനിൽ നമുക്ക് അതിനുള്ള സ്റ്റഫിങ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ എടുത്ത് വയ്ക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്യുക. എടുത്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഈ ഒനിയന് സവാളയ്ക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം താത്തി വയ്ക്കാം. നേരത്തെ വാഷ് ചെയ്ത മൈക്രോ ഗ്രീൻ നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. നമ്മളിത് നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. പൊട്ടറ്റോയും ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്മാഷ് ചെയ്ത പൊട്ടറ്റോയും ചിക്കനും ആണിത്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഗരം മസാലയാണിത്. 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യുക. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റഫിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ അടുത്തതായി ചെയ്യേണ്ടത് ഈ ബണ്ണിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ബണ്ണ് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. ജസ്റ്റ് ഒരു 3/4 ഒരു 1/4 ഭാഗം വരെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഓപ്പണിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറയാൻ ഇൻഗ്രീഡിയൻസിൽ വിട്ടുപോയ ഒരു സംഭവമാണ് ചീസ്. ഇത് ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത പൊട്ടറ്റോ മിക്സ് വെച്ച് കൊടുക്കുന്നു. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇത് തവയിൽ നമ്മൾ ഇനി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റഫ് ചെയ്ത് ഈ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി നമ്മൾ 1 സ്പൂൺ ബട്ടർ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണ് ഇതിലേക്ക് നമ്മൾ വച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് റോൾ ചെയ്യുക.
ടേൺ ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് പായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്കിങ്ങനെ ടോസ്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. അങ്ങനെ നമ്മുടെ മൈക്രോഗ്രീൻ സ്റ്റഫ്ഡ് ബൺ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിൽ മൈക്രോഗ്രീൻ പോലൊരു സാധനം സ്റ്റഫ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയില്ല. അത്ര നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടാവുന്ന ഒരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ് വിൽ ബി സോ ഡിലീഷ്യസ്, ഐ ആം ഷുവർ.